മുതിർന്ന നേതാവ് ടി.പി. രാമകൃഷ്ണൻ, മുൻ മന്ത്രി ടി.പി. രാമകൃഷ്ണനാണ് പുതിയ LDF കൺവീനർ. ജനങ്ങളുമായി അടുത്ത സമ്പർക്കമുള്ള നേതാവെന്ന ലേബലാണ് ടി.പി. രാമകൃഷ്ണന്റെ മുതൽക്കൂട്ട്. പിണറായി വിജയന്റെ വിശ്വസ്തനായ ടി.പി. രാമകൃഷ്ണൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുണ്ടാകുന്നത്. നിലവിൽ CITU സംസ്ഥാന പ്രസിഡന്റും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ടി.പി. രാമകൃഷ്ണൻ. പാർട്ടി പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ജനകീയനായ നേതാവാണ് താഴത്തുപറമ്പിൽ രാമകൃഷ്ണൻ എന്ന ടി.പി. രാമകൃഷ്ണൻ. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് KSF പ്രവർത്തകനായി. K. പത്മനാഭൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് നടന്ന കളക്ടറേറ്റ് മാർച്ചിന് ശേഷമാണ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാകുന്നത്. 1970 SFI രൂപീകരിക്കുമ്പോൾ കൊയിലാണ്ടിയിൽ സെക്രട്ടറിയാണ് ടി.പി. അതേകാലത്ത് KSYF-ന്റെയും കൊയിലാണ്ടി സെക്രട്ടറിയായും താലൂക്ക് ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 20-ാം വയസ്സിൽ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായ ടി.പി. കർഷക തൊഴിലാളി യൂണിയന്റെ വില്ലേജ് സെക്രട്ടറിയായി. 72-ൽ മിച്ചഭൂമി സമരത്തിന്റെ ചുമതല പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ചതും ടി.പി.യെ തന്നെ. 73 മുതൽ പേരാമ്പ്ര മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി ജയിൽവാസം അനുഭവിച്ചു. പാർട്ടിയുടെ എല്ലാ തലത്തിലും ജനസ്വാധീനമുള്ള നേതാവാണ് ടി.പി. രാമകൃഷ്ണൻ. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളി യൂണിയൻ കെട്ടിപ്പടുക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ ജനകീയത അരക്കെട്ടുറപ്പിച്ചു. 1979-ലാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. CITU-വിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി 9 കൊല്ലം പ്രവർത്തിച്ചു ടി.പി. 2001-ലാണ് ആദ്യ മത്സരം. പേരാമ്പ്രയിൽ നിന്ന് ജയിച്ചു കയറിയ ടി.പി. പിന്നീട് കോഴിക്കോട് പാർട്ടി സെക്രട്ടറിയായി. അതേകാലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക്. നിലവിൽ CITU സംസ്ഥാന പ്രസിഡന്റും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ടി.പി. രാമകൃഷ്ണൻ. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.